സന്ധ്യയ്ക്ക് നടക്കാനിറങ്ങിയതാണ് മുയലച്ഛനും മുയലമ്മയും. പക്ഷെ ചെന്നുപെട്ടതോ ഒരു പുലിയുടെ മുൻപിലും. ഇനിയിപ്പോൾ എന്തു ചെയ്യും? പിടി വീണു കഴിഞ്ഞു. എന്തായാലും പുലിയച്ഛനെ കണ്ടത് നന്നായി. എത്ര നേരമായി ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുവെന്നോ. ഇപ്പോഴെങ്കിലും കണ്ടത് നന്നായി, മുയലച്ഛൻ വേഗം പറഞ്ഞു. ഇവരെന്തിനാണാവോ എന്നെ അന്വേഷിച്ച് നടക്കുന്നത്? പുലിയച്ഛൻ ആശയക്കുഴപ്പമായി. എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? പുലി ചോദിച്ചു. അതു പിന്നെ ഞങ്ങൾക്ക് പുലിയച്ഛൻ്റെ ഒരു സഹായം വേണം. ഞങ്ങൾ കുറേ കാലം ഒന്നിച്ചു ജീവിച്ചു. ഇനി വയ്യ, മടുത്തു. അതുകൊണ്ട് ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. ഞങ്ങൾക്കാകെ 7 മക്കളാണുള്ളത്. അതിൽ 4 പേരെ എനിക്കും 3 പേരെ ഇവൾക്കും എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് പറ്റില്ലത്രേ, അവൾക്ക് 4 പേരെ വേണമെന്ന്. ഈ തർക്കം തീർക്കാനാണ് ഞങ്ങൾ പുലിയച്ഛനെ തിരഞ്ഞു പുറപ്പെട്ടത്, മുയലച്ഛൻ പറഞ്ഞു. അതെങ്ങനെ? അമ്മയ്ക്കല്ലേ മക്കളിൽ കൂടുതൽ അവകാശം. എനിക്ക് 4 പേരെ വേണം. പുലിയച്ഛൻ തന്നെ ഇതിന് പരിഹാരമുണ്ടാക്കണം. മുയലമ്മ വിട്ടുകൊടുത്തില്ല. അതെങ്ങനെ ശരിയാകാനാണ്? നമ്മൾ ആണുങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. പുലിയച്ഛൻ കാട്ടിലെ വിവരമുള്ള ആളല്ലേ. ഈ തർക്കം തീർത്തു തരണം, മുയലച്ഛൻ അഭ്യർത്ഥിച്ചു. പുലിയച്ഛൻ ആകെ കുഴങ്ങി. ഇതെന്ത് ചെയ്യുമെന്ന് കരുതി നിൽക്കവേ മുയലമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. നമുക്ക് പുലിയച്ഛനെ നമ്മുടെ മാളത്തിൽ കൊണ്ടുപോയി നമ്മുടെ കുട്ടികളെ കാണിക്കാം. അവരെ കണ്ടിട്ട് പുലിയച്ഛൻ തീരുമാനിക്കട്ടെ എങ്ങനെ വീതം വെക്കണമെന്ന്, മുയലമ്മ പറഞ്ഞു. ആ നിർദ്ദേശം പുലിക്കും ഇഷ്ടപ്പെട്ടു. 2 മുതിർന്ന മുയലുകളും 7 മുയൽക്കുട്ടികളും. അവന്റെ വായിൽ വെള്ളമൂറി. ഇന്നത്തെ കണി കൊള്ളാം, നല്ല കുശാലായ സദ്യ. പുലി മുയലുകളുടെ കൂടെ പുറപ്പെട്ടു. അങ്ങനെ അവർ മാളത്തിനടുത്തെത്തി. പുലിയെയും മുയലച്ഛനെയും പുറത്തു നിർത്തി മുയലമ്മ അകത്തേക്ക് പോയി. അകത്തു നിന്നും മുയലമ്മയുടെയും മക്കളുടെയും സംസാരം അവ്യക്തമായി കേൾക്കാം. കുറേ നേരം കഴിഞ്ഞും ആരും പുറത്തു വന്നില്ല. അപ്പോൾ മുയലച്ഛൻ പറഞ്ഞു, ഇത് ചതിയാണ്. അവൾ മക്കളെ പറഞ്ഞു മയക്കുകയാണ്. ഇനി പുറത്തു വരുമ്പോൾ അവർ ചിലപ്പോൾ അമ്മ മതിയെന്ന് പറയും. അല്ലെങ്കിലും ഈ സ്ത്രീകൾ ഭയങ്കര സൂത്രക്കാരാണ്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. പുലിയച്ഛനും അത് ശരിയാണെന്ന് തോന്നി. അവൻ മുയലച്ഛനെ അകത്തു പോകാൻ സമ്മതിച്ചു. മുയലച്ഛൻ വേഗം മാളത്തിനകത്ത് കടന്നു. പുലി പുറത്ത് കാത്തുനിന്നു. നേരം കുറേ കഴിഞ്ഞിട്ടും ആരെയും പുറത്തേക്ക് കാണുന്നില്ല. പുലിയച്ഛൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, അല്ല, എന്തായി കാര്യങ്ങൾ? നിങ്ങൾ വേഗം പുറത്തു വരണം. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അപ്പോൾ മാളത്തിനകത്തു നിന്നും മുയലച്ഛൻ വിളിച്ചു പറഞ്ഞു, വളരെ നന്ദി പുലിയച്ഛ. പുലിയച്ഛനെ കണ്ടതോടെ ഞങ്ങളുടെ വഴക്ക് തീർന്നു. ഇനി പുലിയച്ഛൻ കാത്തു നിൽക്കണ്ട, തിരികെ പോയിക്കൊള്ളൂ. ഇളിഭ്യനായ പുലിയച്ഛൻ വേറെ ഇര തേടി പുറപ്പെട്ടു. ഹലോ കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? ചില സാഹചര്യങ്ങളിൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ ഒത്തൊരുമയും ബുദ്ധിപൂർവമായ ചിന്തയും നമുക്കതിനെ അതിജീവിക്കാനാകും.